മെറിറ്റിന് വന്നവരാണ്. അതെ, മെറിറ്റിന് വന്നതാണ്. വാഴ 2 കണ്ടിറങ്ങിയ ഓരോ ആളുകളും പറയുന്നുണ്ടാവും, ഹാഷിറിൻ്റെയും അലൻ്റെയും വിനായകൻ്റെയും ദേവരാജിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രകടനങ്ങൾ കണ്ട് ഇവരോരോരുത്തരും മെറിറ്റിന് വന്നവരാണെന്ന്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ ഇട്ട് കഷ്ടപ്പെടുന്നതിനിടയിൽ പലപ്പോഴും അവർ എന്തോരം കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടാവും. ഈ കോപ്രായങ്ങളൊക്കെ വിട്ട് വല്ല പണിക്കും പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇവരവരുടെ വഴിവെട്ടി എടുത്തിരിക്കുകയാണ്. വെറുതെ വഴിവെട്ടി എടുത്തതാണോ? എന്ത് കിടിലൻ പെർഫോമൻസോടുകൂടിയാണ് വാഴ 2-ൽ ഇവർ നമ്മളെ ചിരിപ്പിച്ചത്, കരയിപ്പിച്ചത്. ചിരിപ്പിക്കാൻ മാത്രമല്ല, ഒരു റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞ് കരയിപ്പിക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ് ഇവർ ആ ഒരു കഥ ഉടനീളം കൊണ്ടുപോയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഫേസിൽ ഈ ഒരു പടം സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നമ്മളുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റും കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ഒരു സിനിമയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. എവിടേക്കോ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് വരികയാണ്. ഫസ്റ്റ് ഹാഫിൽ ചിരിപ്പിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യിപ്പിച്ച് വിടുകയാണ്. അതിനകത്ത് ഹാഷിറിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, കൂടെ ഉള്ളവന്മാരൊക്കെ അങ്ങ് പോകും, അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കേ കാണും. ഇമോഷണലി അത്രയും ഡെപ്ത് ആയിട്ടുള്ള സീൻ ഹാഷിർ എന്ന് പറയുന്ന ഒരു ആക്ടർ കൺവേ ചെയ്തൊരു രീതിയുണ്ട്, കൈയടിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണാത്തവർ കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഒരു പ്രീച്ചിങ് സ്റ്റൈലിലേക്ക് പോകാൻ ഒരുപാട് സാധ്യതകളുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ എത്ര ഭംഗിയായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു നാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെ വളരെ രസകരമായി ഇമോഷണലി കണക്റ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് ഒരു വിഷുക്കാലവും കൂടി എത്തി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിഷുവിന് ഷെയർ ചെയ്തു പോകുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു പടക്കം പൊട്ടിക്കുന്ന അച്ഛൻ്റെ വീഡിയോ. അത് ഇതുവരെ നമുക്ക് ചിരിക്കാനുള്ളൊരു മെറ്റീരിയലായിരുന്നു. ഇനി അത് ഷെയർ ചെയ്യാനോ ചിരിക്കാനോ തോന്നില്ല. പല കാര്യങ്ങളിലും ഒരു മറു സൈഡ് കൂടി ഉണ്ടെന്നുള്ളൊരു വലിയ സത്യമാണ് വാഴ കാണിച്ചു തരുന്നത്. വാഴ 2 ഞങ്ങളുടെ കൂടി കഥയാണ്, നമ്മളുടെ കൂടി കഥയാണ്. വാഴകൾ അടിപൊളിയാണോ?